ഹരേ കൃഷ്ണ. അസംഭവം ഹേമമൃഗസ്യ ജന്മ തഥാപി രാമോ ലുലുഭേ മൃഗായ പ്രായസമാപനാ വിപത്തികാലേ ധിയോ വിപര്യസ്തതരാ ഭവന്തി. സ്വർണമാനുണ്ടാകുക എന്നത് അസംഭവ്യം തന്നെയാണ്. എന്നിരിക്കലും ഭഗവാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വരെ അതിൽ ഭ്രമിച്ചു. ശരിയായി പറഞ്ഞാൽ ആപത്തടുക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധി വിപരീതാവസ്ഥയിൽ ആയിപ്പോകും. വൈശമ്പായന മഹർഷി കഥ തുടരുന്നതിനിടയിൽ പരീക്ഷിത്ത് മഹാരാജാവ് മധ്യമ പാണ്ഡവനായ അർജുനൻ ചോദിച്ച അതേ ചോദ്യം തന്നെ ഇവിടെ ആവർത്തിച്ചു. മഹർഷി, ആരാണ് താപത്യർ? അതേക്കുറിച്ച് വിവരിച്ചു പറയാമോ? മഹർഷി തുടർന്നു. അർജുനന് ഉത്തരമായി അങ്കാരപർണൻ എന്ന ഗന്ധർവശ്രേഷ്ഠൻ പറഞ്ഞ ആ കഥയെ ഇവിടെ ഇങ്ങനെ വിവരിച്ചു. കശ്യപ പ്രജാപതിക്ക് അദിതിയിൽ 12 ദേവകൾ ജനിച്ചു. അദിതിയുടെ പുത്രന്മാരായതിനാൽ ഇവർ ആദിത്യന്മാർ എന്നറിയപ്പെട്ടു. വിഷ്ണു, ശക്രൻ, ആര്യമാവ്, ധാതാവ്, ത്വഷ്ടാവ്, പുഷാവ്, വിവസ്വാൻ, സവിതാവ്, മിത്രൻ, വരുണൻ, അംശു, ഭഗൻ എന്നിവർ 12 ആദിത്യന്മാർ. ചാക്ഷുഷ മന്വന്തരത്തിൽ ഇവർ തുഷിതന്മാരെന്നു പേരായ 12 ദേവന്മാരായിരുന്നു. ചാക്ഷുഷ മന്വന്തരം കഴിഞ്ഞ് വൈവസ്വത മന്വന്തരം തുടങ്ങാറായപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചു നേടിയ യോഗജ്ഞാന ബലത്താൽ 12 ദേവന്മാരായി ആദിത്യന്മാരായി ജനിച്ചു. അങ്ങനെ അവർ 12 ആദിത്യന്മാരായി. ആകാശത്തിലെ തേജോമണ്ഡലത്തിൽ സ്വർഗലോകത്തെ പോലും തപിപ്പിക്കുന്നവൻ തപനൻ, മാർത്താണ്ഡൻ എന്ന വിവസ്വാൻ. അദിതി ഗർഭം ധരിച്ചിരിക്കുന്ന സമയം ഭിക്ഷയ്ക്കായി ആശ്രമത്തിലെത്തിയ ചന്ദ്രനെ കണ്ട് എഴുന്നേൽക്കാൻ സാധിക്കാതെ വന്ന അദിതിയെ കണ്ട് ചന്ദ്രൻ തന്നോടുള്ള അനാദരവ് മൂലമാണ് എഴുന്നേൽക്കാതിരുന്നത് എന്നു കരുതി ഗർഭസ്ഥ ശിശു മൃതനായി പോകട്ടെ എന്ന് ശപിച്ചു. ഇതറിഞ്ഞ കശ്യപ മഹർഷി ഭാര്യയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഗർഭത്തിൽ മരിച്ചു കിടന്ന കുഞ്ഞിനെ പുനർജീവിപ്പിച്ചു. ഇങ്ങനെ ആ അണ്ഡം മൃതമായി പോയതിനാൽ മാർത്താണ്ഡൻ എന്ന പേരു ലഭിച്ചു. ശിശു ജനിച്ചു കഴിഞ്ഞപ്പോൾ വിവസ്വാൻ എന്നും പേരിട്ടു. വിവസ്വാൻ വിശ്വകർമാവിന്റെ മകളായ സംജ്ഞയെ വിവാഹം ചെയ്തു. ഇവർക്ക് ആദ്യമുണ്ടായ പുത്രനാണ് വൈവസ്വത മനു. ഈ വൈവസ്വത മനുവിൽ നിന്നാണ് സൂര്യവംശം ആരംഭിക്കുന്നത്. അതിനുശേഷം സംജ്ഞയിൽ ജനിച്ച മക്കളാണ് യമൻ എന്ന ധർമ്മരാജാവും യമി അഥവാ യമുന എന്ന കാളിന്തിയും. സൂര്യഭഗവാന്റെ ഉഗ്രമായ തേജസ്സിനെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സംജ്ഞ തൻ്റെ ഛായയെ അഥവാ സവർണയെ തൽസ്ഥാനത്ത് കൊണ്ടുവന്നു നിർത്തിയതിനു ശേഷം ഒരു പെൺകുതിരയുടെ രൂപം ധരിച്ചുകൊണ്ട് വനത്തിൽ വസിച്ച് തപസ്സു ചെയ്യാൻ തുടങ്ങി. സൂര്യഗ്രഹത്തിൽ ഛായയെ സംജ്ഞയാണെന്നു കരുതി സൂര്യഭഗവാനായ വിവസ്വാൻ പരിഗ്രഹിച്ചു. ഛായ 2 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. പുത്രന്മാരായിരുന്നു സാവർണിയും ശനീശ്വരനും. പെൺകുഞ്ഞുങ്ങൾ സാവിത്രിയും തപതിയും. ഒരിക്കൽ യമദേവൻ ഇതു തൻ്റെ അമ്മയല്ലെന്നു മനസ്സിലാക്കുകയും പിതാവായ സൂര്യനോട് സങ്കടവും പറയുന്നു. ശേഷം സൂര്യഭഗവാൻ സംജ്ഞയെ അന്വേഷിച്ചു വനത്തിലെത്തുന്നു. എന്നാൽ ഭർത്താവിൽ നിന്നുള്ള ഉഗ്ര തേജസ്സിനെ തനിക്ക് താങ്ങുവാൻ സാധിക്കുന്നില്ലെന്ന് വിശ്വകർമാവിനോട് സംജ്ഞ പറഞ്ഞതു കേട്ട് വിശ്വകർമാവ് സൂര്യനെ ശാണോപല യന്ത്രത്തിൽ നിർത്തി തേജസ് കുറയ്ക്കുന്നു. എന്നിട്ടും 8 മാത്രമേ കുറയ്ക്കുവാൻ സാധിച്ചുള്ളൂ. വിശ്വകർമാവ് അങ്ങനെ കടഞ്ഞെടുത്ത 8 തേജസ് കൊണ്ടാണ് വൈഷ്ണവചക്രം, ത്രിശൂലം, കുബേരന്റെ പുഷ്പക വിമാനം, സുബ്രഹ്മണ്യന്റെ ശക്തി എന്ന ആയുധം മുതലായവ നിർമ്മിക്കപ്പെട്ടത് എന്ന് വിഷ്ണു പുരാണവും ഹരിവംശവും ഭവിഷ്യപുരാണവും പറയുന്നു.
അശ്വരൂപത്തിൽ വനത്തിൽ തപസ്സു ചെയ്തിരുന്ന സംജ്ഞയെ കണ്ട് സൂര്യഭഗവാനും അശ്വരൂപം ധരിക്കുന്നു. ഇരുവരുടെയും പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഫലമായി അശ്വിനി കുമാരന്മാരും രേവന്തനും ജനിക്കുന്നു. നാസത്യൻ, ദസ്രൻ എന്ന 2 അശ്വിനി കുമാരന്മാർ അശ്വരൂപിണിയായ സംജ്ഞയുടെ നാസികയിലൂടെയാണ് ജനിച്ചത് എന്ന് അനുശാസന പർവത്തിൽ കാണുന്നു. വിവസ്വാന് നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നതായി മഹാഭാരതം പറയുന്നു. വിവസ്വാന് ദക്ഷിണദിശ എന്നൊരു പേരുണ്ട്. ഇദ്ദേഹം വേദവിധി അനുസരിച്ച് യാഗം അനുഷ്ഠിക്കുകയും ആചാര്യനായ കശ്യപ പ്രജാപതിക്ക് ദക്ഷിണയായി ഒരു ദേശം തന്നെ നൽകുകയും ചെയ്തതായി പറയുന്നു. അന്നു മുതലാണ് ദക്ഷിണദിശ എന്ന പേരുണ്ടായത് എന്ന് ഉദ്യോഗപർവം പറയുന്നു. മഹാവിഷ്ണു പൂർവകാലത്തിൽ വിവസ്വാന് അനശ്വരതാ കർമ്മയോഗം ഉപദേശിച്ചു. വിവസ്വാൻ ഈ യോഗത്തെ സ്വപുത്രനായ വൈവസ്വത മനുവിന് ഉപദേശിച്ചു എന്ന് ഭീഷ്മപർവം പ്രസ്താവിക്കുന്നു. വിവസ്വാൻ 21 പ്രജാപതികളിൽ ഒരാളാണെന്നും മഹാവിഷ്ണുവിൽ നിന്ന് സാത്വത ധർമ്മം ഗ്രഹിക്കുകയും ത്രേതായുഗത്തിൽ വൈവസ്വത മനുവിന് അത് ഉപദേശിച്ചിരുന്നു എന്നും ശാന്തിപർവം വ്യക്തമാക്കുന്നു. വിവസ്വാനെ കുറിച്ച് ഏറ്റവും മഹത്തരമായതെന്ന് പറയപ്പെടുന്ന ഒരു ശ്ലോകം ഭഗവത്ഗീതയിലെ ജ്ഞാന കർമ്മ സന്യാസയോഗത്തിൽ 1-ാം ശ്ലോകം ഇങ്ങനെ ഉദ്ധരിച്ചു കാണുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുന്നതിനു മുമ്പ് സൂര്യദേവനായ വിവസ്വാന് ഗീതോപദേശം നൽകിയിരുന്നതായി പറയുന്നു. പരമാത്മാവായ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: അക്ഷയമായ ഈ യോഗശാസ്ത്രം ഞാൻ മുൻപ് സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു നൽകി. വിവസ്വാൻ അത് മനുവിനും, മനു അത് ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഇത്രയും ശ്രേഷ്ഠനായ ആകാശത്തിൽ തേജോമണ്ഡലത്താൽ സ്വർഗത്തെയും ഭൂമിയെയും തപിപ്പിക്കുന്ന വിവസ്വാൻ എന്ന തപനന് ജനിച്ച പുത്രിയായിരുന്നു തപതി. അവൾ 3 ലോകങ്ങളിലും പുകഴ്ന്നവളായി. ദേവിമാരിലും ദാനവിമാരിലും ഗന്ധർവ സ്ത്രീകളിലും യക്ഷികളിലും രാക്ഷസിമാരിലും അപ്സരസ്സുകളിലും അവൾക്ക് തുല്യമായ സൗന്ദര്യമുള്ളവൾ ഉണ്ടായിരുന്നില്ല. അവൾക്കു ചേർന്ന വരൻ ആരായിരിക്കണമെന്ന് ഭാസ്കരൻ ചിന്തിച്ചു തുടങ്ങി. ആ സമയത്ത് കുരുശ്രേഷ്ഠനും ഋക്ഷന്റെ പുത്രനും ശക്തനുമായ സംവരണൻ സൂര്യഭഗവാനെ തപസ്സു ചെയ്തിരുന്നു. സംവരണന്റെ തപോവ്രതോപവാസങ്ങൾ കണ്ട് മനസ്സു നിറഞ്ഞ ആദിത്യൻ സംവരണനിൽ പ്രസാദിച്ചു. തൻ്റെ പുത്രിക്കു ചേർന്നവനാണ് ഈ കുരുശ്രേഷ്ഠൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. സംവരണൻ എന്ന അതിബുദ്ധിമാനായ രാജകുമാരനെ സാംഗവേദങ്ങൾ പഠിപ്പിച്ചത് ഗുരുവായ വസിഷ്ഠനായിരുന്നു. ദ്യോവിൽ അഥവാ ആകാശത്തിൽ അർക്കൻ ദീപ്തിയോടെ ശോഭിക്കുന്ന വിധത്തിൽ ഭൂമിയിൽ സംവരണൻ ദീപ്തി കൊണ്ട് പ്രശോഭിച്ചു. അങ്ങനെ സംവരണൻ സൽകീർത്തി പരത്തി വാഴുകെ ഒരു ദിവസം പർവ്വതോപവനത്തിൽ നായാട്ടിനു പോയി. ഇറങ്ങി സഞ്ചരിക്കവേ യദൃച്ഛയ മോഹനാംഗിയായ തപതിയെ കാണുവാനിടയായി. അവൾ തൻ്റെ ഗുണങ്ങളാകുന്ന പാശങ്ങളാൽ രാജാവിൻ്റെ കണ്ണും കരളും കെട്ടിയപ്പോൾ അനങ്ങാതെ ഒന്നുമറിയാത്തവണ്ണം രാജാവ് നിന്നുപോയി. അവളോട് സംസാരിക്കാൻ അരികിലെത്തിയതും അവൾ മിന്നൽ പിണർ പോലെ ഉയർന്ന് മേഘത്തിനുള്ളിൽ മറഞ്ഞു. അവൾ മറഞ്ഞതിൽ അതീവ ദുഃഖിതനായ രാജാവ് മോഹവശകനായി നിലംപതിച്ചു. ഇതു കണ്ട തപതി മന്ദസ്മിതാർദ്രമുഖിയായി അദ്ദേഹത്തിനടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ പ്രേമ പ്രാർത്ഥനയ്ക്കു മറുപടിയായി അവൾ പറഞ്ഞു: പ്രഭോ, ഞാനൊരു കന്യകയും അസ്വതന്ത്രയുമാണ്. അങ്ങേക്കെന്നെ വിവാഹം ചെയ്യണമെങ്കിൽ എൻ്റെ അച്ഛനെ സമീപിക്കുക. സൂര്യപുത്രിയായ ഞാൻ അച്ഛൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അങ്ങയുടെ പത്നിയാകുന്നതിൽ സന്തോഷിക്കുന്നു. സാവിത്രിയുടെ കനിഷ്ഠ സഹോദരിയായ തപതിയാണ് ഞാൻ. ഇത്രയും പറഞ്ഞു തപതി അപ്രത്യക്ഷയായി. രാജാവ് തൻ്റെ പുരോഹിതനായ വസിഷ്ഠ മഹർഷിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സൂര്യനെ ഉദ്ദേശിച്ച് തപസ്സിലേർപ്പെട്ടു. 12-ാം ദിവസം വസിഷ്ഠൻ രാജാവിനെ സമീപിച്ച് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. ശേഷം ധർമ്മജ്ഞനായ മുനി രാജാവിൻ്റെ നന്മയ്ക്കായി
അർക്കനെ കാണുവാൻ യോഗശക്തിയാൽ ആകാശത്തേക്കുയർന്നു. അരുണവർണമായ തേരിൽ ഇരുന്നരുളുന്ന സൂര്യഭഗവാനെ അദ്ദേഹം ദർശിച്ചു. ഉപചാരങ്ങൾ സ്വീകരിച്ചതിനു ശേഷം മഹർഷി ഭാനുമാനെ കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞു: വിഭാവസോ, അങ്ങയുടെ പുത്രിയായ തപതിയെ സംവരണൻ എന്ന നൃപനു വേണ്ടി യാചിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം സദാ ധർമ്മജ്ഞനും സൗമ്യനുമാണ്. നൃപന്മാരിൽ സംവരണൻ ശ്രേഷ്ഠനാണ്. മഹർഷിമാരിൽ അങ്ങും ശ്രേഷ്ഠനാണ്. നാരിമാരിൽ തപതി ശ്രേഷ്ഠയാണ്. ഈ ദാനം പിന്നെങ്ങനെ ശ്രേഷ്ഠമല്ലാതാകും? വിവസ്വാൻ സന്തോഷത്തോടെ ഭവ്യനായി പറഞ്ഞു. അങ്ങനെ വസിഷ്ഠ ഭഗവാന്റെ മഹാത്മ്യത്താൽ സംവരണൻ തപതിയെ നേടി. വിധിപ്രകാരം ആ വന്മലയിൽ വെച്ചു തന്നെ ദേവഗന്ധർവന്മാരുടെയും മഹർഷിമാരുടെയും സാന്നിധ്യത്തിൽ വിവാഹം മംഗളമായി നടന്നു. തൻ്റെ പുരം, രാഷ്ട്രം എന്നിവയെല്ലാം മന്ത്രിശ്രേഷ്ഠനെ ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിൽ തന്നെ സന്തോഷവാനായി കഴിയാൻ തുടങ്ങി. ഇല്ലാതായതോടെ രാജ്യത്ത് തുടർച്ചയായി 12 വർഷവും മഴ പെയ്തില്ല. ചരാചരങ്ങളും ക്ഷയിച്ചു. സസ്യങ്ങൾ മുളയ്ക്കാതായി. വിശപ്പും ദാഹവും മൂലം ജനങ്ങൾ വലഞ്ഞു. ഭക്ഷണവും ജലവുമില്ലാതെ ശവപ്രായരായ ജനങ്ങളാലും ശവങ്ങളാലും ആ രാജ്യം പ്രേതരാജ്യം പോലെയായി. ഉടൻ വസിഷ്ഠ മഹർഷി കാട്ടിലെത്തി രാജാവിനെയും റാണിയെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തിരികെ നാട്ടിലെത്തിച്ചു. അതോടെ യാഗാദികൾ തുടങ്ങി. ഇന്ദ്രദേവൻ സന്തുഷ്ടനായി. മഴ പെയ്തു. രാജ്യം സമ്പൽ സമൃദ്ധമായി. എങ്ങും സന്തോഷം മാത്രം കാണുമാറായി. നീണ്ട 12 വർഷങ്ങൾ ആ രാജാധിരാജൻ യജ്ഞങ്ങൾ ചെയ്തു. ശചി ദേവിയോടുകൂടിയ ഇന്ദ്രനെ പോലെ അദ്ദേഹം വിളങ്ങി. സംവരണന് തപതിയിൽ ജനിച്ച പുത്രനാണ് അനന്തരകാലങ്ങളിൽ സുപ്രസിദ്ധനായി തീർന്ന കുരുചക്രവർത്തി. ഇത് വാമന പുരാണത്തിലെ പ്രസക്ത ഭാഗമാണ്. കാലങ്ങൾക്കു ശേഷം അച്ഛനിൽ നിന്നു നിരവധി അറിവുകൾ നേടിയതിനു ശേഷം തപതി ലൗകിക ജീവിതത്തിൽ നിന്നെല്ലാം മുക്തയായി. അച്ഛനായ സൂര്യൻ തപതിയെ ഒടുവിൽ അനുഗ്രഹിച്ചു. അവൾ മേലിൽ വിന്ധ്യാചലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നർമ്മദ എന്ന പേരിൽ ഒരു പുണ്യനദിയായി ഒഴുകുമെന്നു വരം നൽകി. അതനുസരിച്ച് തപതി ദേവി രൂപാന്തരപ്പെട്ടതാണ് നർമ്മദാ നദി എന്നു ഭവിഷ്യ പുരാണം പ്രസ്താവിക്കുന്നു. ഇങ്ങനെയാണ് ഭവാന്റെ കുലത്തിലെ പൂർവ്വമാതാവായ തപതി ദേവിയുടെ ചരിത്രം. ഇങ്ങനെ നിങ്ങളെല്ലാവരും താപത്യരായി. അങ്കാരപർണൻ എന്ന ഗന്ധർവശ്രേഷ്ഠൻ ഒന്നു പറഞ്ഞു നിർത്തി. മരിച്ച മക്കളെ വീണ്ടും വരുത്തുവാൻ ശക്തനല്ലെങ്കിലും കാലനെ ആക്രമിച്ചില്ല കരയെ കടൽ പോലവൻ. ജിതേന്ദ്രിയൻ മഹാത്മാവാം അവൻ താൻ തുണയേൽക്കയാൽ ഇക്ഷ്വാകു രാജാക്കൾ ഭൂമിയൊക്കവേ പണ്ടു നേടിനാർ. ലോകത്തിലൊക്കെ പുകഴ്ന്ന ഉത്തമമായ പുരാണാഖ്യാനം ഇനി കേട്ടുകൊള്ളുക. വാസിഷ്ഠം. ഓം നമോ ഭഗവതേ വാസുദേവായ.